ഹായ് ഹലോ, ഞാൻ ഒരു പാത്രം പുളിഞ്ചിക്കായിട്ട് വന്നേക്കുവാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ വീട്ടിനപ്പുറത്തുള്ള അമ്മ നിറയെ പുളിഞ്ചിക്ക അവിടെ പിടിച്ചു എന്ന് പറഞ്ഞ് കൊണ്ട് തന്നു കേട്ടോ. നമ്മൾ ഈ സംഭവം കിട്ടിയാൽ മെയിനായിട്ട് അച്ചാറിടും, പിന്നെ ഇല്ലെങ്കിൽ മീൻകറിയിലൊക്കെ ഇടും. ഇതൊക്കെയാണ് നമ്മൾ ഈ പുളിഞ്ചിക്ക ഉപയോഗിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇതിനെ പറയുന്ന പേര് പുളിഞ്ചിക്ക എന്നാൽ, പിന്നെ ചില സ്ഥലങ്ങളിൽ ഇരുമ്പമ്പുളി എന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ എന്തായാലും രാവിലെ ഉറക്കമെഴുന്നേറ്റ് വന്നപ്പോൾ എനിക്ക് പുളിഞ്ചിക്ക കിട്ടി. ഞാൻ എന്തായാലും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുന്നേ അച്ചാറിട്ടങ്ങ് ഒതുക്കി വെക്കാമെന്ന് വെച്ചു. കാരണം ഇച്ചിരി നേരം ഇരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ടേസ്റ്റ് ഇറങ്ങും. ഉച്ചയ്ക്ക് ഊണിന് എന്തായാലും എടുക്കാം. ഞാൻ വെളുത്തുള്ളിയൊക്കെ തൊലിച്ചു, എണ്ണ അടുപ്പത്ത് വെച്ചു, കടുകും വറ്റൽമുളകും വെളുത്തുള്ളിയൊക്കെ അങ്ങോട്ട് ഇട്ടു. സാധാരണ എല്ലാ അച്ചാറും ഇടുന്ന അതേ ഫോമിൽ തന്നെയാണ് ഞാൻ ഈ അച്ചാറും ഇടുന്നത്. ഇതിനകത്ത് പിന്നെ പൊടിയെല്ലാം മൂപ്പിച്ച് ചേർത്തിട്ട്, പൊടി എന്ന് പറയുമ്പോൾ കായപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മുടെ ഉലുവാപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പുളിഞ്ചിക്കായും കൂടി ഇട്ടെടുത്ത് പിന്നെന്താ വിനാഗിരി ഒഴിച്ചെടുക്കുന്നത്. ഞാൻ എന്തായാലും ഈ ചെറിയ പാനെടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അരിഞ്ഞു കൂട്ടിയപ്പം വലുതായിട്ട് തോനുണ്ടെന്ന് തോന്നിയില്ല കേട്ടോ. കാരണം വലിയ പീസ് അല്ലായിരുന്നു. പൊടി ഐറ്റംസ് എല്ലാം ഇട്ട് ഇളക്കി എടുത്ത് കഴിഞ്ഞ് പുളിഞ്ചിക്ക ഇടാൻ നേരം നോക്കിയപ്പോൾ കാണാം പാത്രം ഇത് ചെറുതാണെന്ന് എപ്പോഴും കത്തിയത്. അങ്ങനെ പിന്നെ എന്തായാലും ഞാൻ മസാലയൊക്കെ ഇട്ട് ഇളക്കിയത് ആ പാത്രത്തിൽ നിന്ന് വേറൊരു വലിയ പാത്രം വെച്ച് അതിലേക്ക് തട്ടിയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ വാരി വിതറി എല്ലാമൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇവിടെ ജാനുവിനും ശ്രീയേട്ടനൊക്കെ അച്ചാർ ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ ഇവിടെ അച്ചാറിട്ട് വെച്ചാൽ എന്തായാലും ബാക്കി വരത്തില്ല. പിന്നെ ഇവിടെ വ്രതവും കൂടെ ആയതുകൊണ്ട് മലയ്ക്ക് പോകാനായിട്ട് വ്രതം നിൽക്കും എല്ലാവരും. അപ്പോൾ അതും കൂടെ തന്നെ നോൺ വെജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അച്ചാർ എന്തായാലും തീരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ മൊത്തം അങ്ങ് അച്ചാറിട്ട് വെച്ചേ. സാധാരണ കിട്ടുവാണെങ്കിൽ കുറച്ച് മീൻകറി ഇടാനായിട്ടൊക്കെ മാറ്റി വെക്കും. ഇപ്പോൾ പിന്നെ ഇവിടെ മാങ്ങയുടെ സീസൺ ആയതുകൊണ്ട് നല്ല പുളിച്ചുമാങ്ങ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ പുളിഞ്ചിക്കൊന്നും മാറ്റി വെച്ചില്ല. പുളിഞ്ചിക്ക ഫുൾ അച്ചാറിട്ടങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമ്മളിപ്പം അരപ്പൊക്കെ ഇളക്കി വിനാഗിരിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇച്ചിരി ഡ്രൈ ആയിട്ട് കുറച്ച് നേരം ഇരിക്കും. അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം അതിൻ്റെ ഈ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് തണുത്ത് ഒന്ന് പതുങ്ങി വരുമ്പോഴത്തേക്കാണ് നല്ല ടേസ്റ്റ് പുളിഞ്ചിക്ക അച്ചാറിൻ്റെ. അങ്ങനെ ഞാൻ തട്ടി പൊത്തിയും കുറച്ച് നേരം വെച്ച് ഉപ്പൊക്കെ നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി അച്ചാറായിരുന്നേ. അങ്ങനെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇളക്കി നോക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ നല്ല ജ്യൂസി ആയിട്ട് ഇറങ്ങി നല്ല അടിപൊളി അച്ചാറായിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.